എടാ നീ കള്ളം പറയുന്നോടാ. ഓ സാർ, എത്ര അടിച്ചിട്ട് സത്യം പറയുന്നില്ലേ സാറേ? എത്ര വർഷമായിട്ട് സർവീസിലുണ്ട്? നിനക്ക് ഇന്നസെന്റ് ആരാ അക്യൂസ്ഡ് ആരാന്ന് അറിയാൻ വയ്യാതെ സാർ നമ്മുടെ അടുത്തുള്ള എവിഡൻസ് നിർത്തണം. നിന്റെ എവിഡൻസ് എടുത്ത് ചവച്ചോട്ടയിട്. എന്താ അടിയാട് പഠിച്ചത്? സാറേ, ഞാൻ BA ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡലിസ്റ്റ്. സാറ് വേണമെന്നുണ്ടെങ്കിൽ കോളേജിൽ എന്നെ കുറിച്ച് ചോദിച്ചു നോക്ക്. ആ പെൺകുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സാറ്. ഞാൻ എങ്ങനെയാ സാർ ആ കുട്ടി? എന്റെ കൺമുമ്പിൽ വെച്ചൊരു ചെറിയ പയ്യൻ അവളെ കത്തിയോട് കുത്തിയിട്ട് ഓടിക്കളഞ്ഞതാ സാറ്. അതെന്നെ കൊണ്ട് തടയാൻ പറ്റിയില്ല സാറ്. ഞാനെങ്ങനെയാ കുട്ടിയെ കൊല്ലുന്നത് സാറ്? സാറ്, എനിക്ക് എൻ്റെ അച്ഛനൊരു പ്രാവശ്യം കാണണമെന്നുണ്ട് സാറ്. സാറ് നെറ്റിരും വെച്ചിട്ടില്ലേ? സാറേ ഉണ്ട് സാറേ. കാക്കുടുപ്പിൻ്റെ ഈ ബലമൊക്കെ മുതിർന്ന രാഷ്ട്രീയക്കാരുടെ അടുത്ത് കാണിച്ചാൽ മതി. ഇതുപോലുള്ള പാവപ്പെട്ടവരുടെ മെക്കിട്ട് കയറരുത്, മനസ്സിലായടാ? എന്നാ ഇറങ്ങട്ടെ സാറേ. ശരി. എപ്പോഴും അവസാനിക്കേണ്ട കേസ് നിങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കണ്ട. സാർ അതല്ല സാർ, നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ലിങ്ക് ഉണ്ട്. എന്നാൽ സാർ പ്രൊസീഡ് ചെയ്യുന്ന രാജന്റെ കേസിന്റെ ആംഗിളിലാണ് തെറ്റ്. അഗ്നി, നിങ്ങൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ദിസ് കേസ് ഈസ് ക്ലോസ്ഡ് നൗ. നോ സർ, ദിസ് കേസ് ഈസ് നോട്ട് എ ക്ലോസ്ഡ്. എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട് സർ. അറ്റോമിക് നൈഫ് സാറിന് അറിയില്ലേ? അറ്റോമിക് യുറേനിയം 16 കുത്തിയ സെക്കൻഡിൽ തന്നെ കത്തിയിലുള്ള യുറേനിയം രക്തത്തിൽ വ്യാപിച്ച് ആളപ്പം തന്നെ ക്ലോസ് ആവും സർ. സർ ഇതായത് നോക്കാം. 2 വർഷം മുമ്പ് നടന്ന ഹരിയാനയിലെ MBയുടെ കൊലപാതകത്തിൻ്റെ റിപ്പോർട്ട്സാണിത്. MBയെ ഇങ്ങനെ തന്നെയാണ് സർ കൊന്നിരിക്കുന്നത്. കത്തിക്ക് കുത്തിയതുകൊണ്ടല്ല മരിച്ചത്, അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ യുറേനിയം മിക്സ് ആയതുകൊണ്ടാണ് മരിച്ചത് സർ. അതുപോലെ തന്നെ ഇത് അരുണയുടെ റിപ്പോർട്ട്സാണ്. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ആ കുട്ടിയുടെ രക്തത്തിലും യുറേനിയം മിക്സ് ആയിട്ടുണ്ട് സർ. സെയിം പാറ്റേൺ ഓഫ് കില്ലിംഗ്. സർ, ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഹരിയാന MBയുടെ മർഡർ നടത്തിയത് ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണെന്നുള്ളതാണ് സാർ എൻ്റെ ഒബ്സർവേഷൻ. പക്ഷേ ഇതുവരെ അയാളെ പിടിച്ചിട്ടില്ല. അരുണയുടെ കൊലപാതകവും അവിടെ ശരീരത്തിലുള്ള സ്റ്റാപ്പ് മാക്സ് പാറ്റേൺ ഡൗൺ ടു ആപ്പ് ആ പൊസിഷനിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് ഈ കൊലപാതകം ചെയ്തതെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും സർ. എന്നാൽ സാർ, നിങ്ങൾ അറസ്റ്റ് ചെയ്ത രാജൻ ഒരു റൈറ്റ് ഹാൻഡറാണ്. അഗ്നി, ശരിക്കും ആലോചിച്ച് നോക്ക്. ഇതുകൊണ്ടൊന്നും അന്വേഷണത്തിന് ഒരു പുരോഗതി ഉണ്ടാവില്ല. ശരിക്കുള്ള എവിഡൻസ് എന്തെങ്കിലും കൊണ്ടുപോവാ. ഒരാവശ്യമില്ലാത്ത കേസ് ഞാൻ ലിങ്ക് ചെയ്യാന്നല്ലേ സാർ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ സാറേ അരുണയുടെ സഹോദരൻ അവളുടെ വീട്ടിൽ മരിച്ചത്? എന്താ അഗ്നി, അവരുടെ വീട്ടിൽ IPL ടാബ്ലറ്റും കോണ്ടോ ഒക്കെ കണ്ടതല്ലേ? പിന്നെ എങ്ങനെയാ അവർ സഹോദരനും സഹോദരിയാവുന്നേ? നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് പ്രൂവ് ചെയ്യുന്നതിൽ വളരെ അടമൻ്റാ. പക്ഷേ ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. വിത്തൗട്ട് എവിഡൻസ് ഒരു യൂസും ഇല്ല. ഉണ്ട് സർ, എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. സൂര്യ മരിക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടാണ് പോയത്. ശരിയായ എവിഡൻസുമായിട്ട് ഞാൻ എത്രയും വേഗം സാറിനെ വന്ന് കാണും. അപ്പോൾ അറിയാം ആരുടെ ഭാഗത്താണ് സത്യം. സർ
എന്തോ അടി ഇത് കൂട്ടാനാണോടി? ഇതെടുത്ത് ഉരുട്ടി വിഴുങ്ങടി. ഉദയ് ഡോങ്കർ. എന്നാ ഗുരു? പാസ്വേഡ് എന്താ? SUNNI LUNE സണ്ണി ലിയോൺ. അതാ നമ്മുടെ പാസ്വേഡ്. കറക്റ്റാ? എന്താ നോക്കുക? 2 വർഷം മുമ്പ് നടന്ന ഹരിയാന MP യുടെ കൊലപാതകവും അരുണയുമായി എന്താ ബന്ധം? ഉണ്ട് സർ, ബന്ധമുണ്ട് സർ. ഈ പയ്യനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സർ. വന്നത് പെണ്ണല്ല, ഒരു പയ്യനാ. എന്റെ കൺമുമ്പിൽ വെച്ച് ചെറിയ പയ്യൻ അവളെ കത്തിയോട് കുത്തിയിട്ടു ഓടിക്കളഞ്ഞതാ സാറേ. എന്തെങ്കിലും കാണാൻ പാടില്ലാത്തത് കണ്ടോ? എന്താ ഗുരു, വല്ല ഇൻട്രസ്റ്റിംഗ് മാറ്റർ ആണോ? എന്തുവാടോ ചാൾസേ? തന്നെ ഞാൻ വിശ്വസിച്ചു പോയല്ലോടോ. താനാണ് വലിയ നെറ്റ്വർക്കും മണ്ണും മാങ്ങാത്തൊലിയും ചിരട്ടയെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഇനി എത്ര കാലമൊന്നും വെച്ചാടോ ഇതുപോലെ നാണമില്ലാതെ മാനക്കെട്ടിട്ട് കാൽ കിഴി കിടക്കാൻ പോകുന്നത്? എടോ, തനിക്കൊക്കെ ഒരു ഉളുപ്പും ഇല്ലടോ. താൻ ചോറല്ലേ ഉണ്ണുന്നത്? അന്ന് തൊട്ട് ഞാൻ തന്നോട് പറയുകയാണ്, അവൻ കാരണം നമുക്ക് പ്രശ്നം ഉണ്ടാവുന്ന. താനാണ് പറഞ്ഞത് അവനെന്തോ മറ്റവനാണ്, ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന്. തന്നെ ഞാൻ വിശ്വസിച്ചല്ലോടോ. ശത്രുവാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു കുഞ്ഞുങ്ങൾ പോലും അറിയാതെ കത്തിച്ചു കളയണം. ഒരു കാര്യം പറയാം, താൻ എവിടെ നിൽക്കുകയാണോ, എന്ത് ചെയ്യുവാണെന്നും അറിയണ്ട, ഇപ്പൊ തന്നെ വരണം. ഉടനെ തന്നെ വരണം. പറഞ്ഞത് കേട്ടല്ലോ? ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. ഒരു കമ്മീഷണറാണെന്നുള്ള ഒരു മര്യാദയില്ല. അധികാരം തലയ്ക്ക് പിടിച്ചിരിക്കുക.